ഫ്രണ്ട്സ്, ഇത് ഇവിടുത്തെ ഒരു പുലർകാലമാണ്. ഞാൻ തിരുച്ചിനാപ്പള്ളി തമിഴ്നാട്ടിലുള്ളൊരു ചെറിയ വില്ലേജിലായിരിക്കണം. അതായത് ഒരു മങ്കി പോണതുണ്ട്. കുരങ്ങന്മാരിവിടെ ഒരുപാടുണ്ട്. കൊല്ലി ഹിൽസിൻ്റെ അടുത്തായതുകൊണ്ട് നല്ല ഒരുപാട് പേര് ഇങ്ങനെ 10-15 കുരങ്ങന്മാർ ചാടി വരും. അതിലും ഈ ടവറിലാണ് അതെല്ലാം താമസിക്കുന്നത്. രാത്രിയാകുമ്പോൾ ടവറിലിരിക്കും. രാവിലെ അവിടെ ഇട്ട് കുലുക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും. ഇവിടങ്ങളിലും ഒരുപാട് കുരങ്ങന്മാർ ഇങ്ങനെ നിലയൊക്കെ ഒത്തിരി വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. 10-15 കുരങ്ങന്മാർ. ഞാൻ അതിൻ്റെ വീഡിയോ കിട്ടുമ്പോൾ അയച്ചു തരാം. നല്ല രസമാണ് കുടുംബത്തോടു കൂടി പോണത് കാണാൻ. എന്താ ഒരു അമ്പലമാണ്, മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ആ നേരെ കാണുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കൊല്ലി ഹിൽസ്, നമുക്ക് കൊല്ലിമല നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നല്ല ഈ രാവിലെ 6 മണി സമയത്തായതുകൊണ്ട് ഇത്തിരി ആ വെട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാ എല്ലാ പക്ഷികളുടെ ശബ്ദവും അമ്പലങ്ങളിലെ പാട്ടുകളും. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ഇളയരാജയുടെ സോങ്ങായിട്ട് മാറും. ഇത് ചന്ദ്രഭവൻ ഇപ്പോഴും കാണാം. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എത്ര അതിമനോഹരമാണല്ലോ. ഇത് ഇവിടെ ഒരു അമ്പലമുണ്ട്. ചുറ്റിലും ഇവിടെ കുറേ ക്ഷേത്രങ്ങളാണ്. അതാ ഇവിടെ പശുക്കൾ അപ്പുറത്തെങ്ങോണ്ട് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് കാണാത്തത്. എന്താ ഈ പുലർക്കാലം എന്ത് ഭംഗിയാണല്ലേ, പക്ഷികളുടെ ശബ്ദത്തോടുകൂടി നമ്മൾ ഉണർത്തുന്ന. ഇത് കാരണം അവിടെയും ഇതെവിടെ ഒരു ചെറിയ അമ്പലം കാണുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടേക്ക്. ഇവിടെ കുറേ പശുവൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ തൊഴുത്താണ്. ഈ ഗാർഡനിൽ കുറേ ചെടികളുണ്ട്. ഉള്ളിയൊക്കെ കുറേ ചുമന്നുള്ളിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴയ വീടുകളാണ്. നിങ്ങൾക്കിതൊന്ന് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. എനിക്കിതുപോലെ ഒരുപാട് ഞാൻ ആസ്വദിക്കുന്നത് നിങ്ങൾക്ക് അയച്ചു തരാം.